നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോൻ്റെ ടൈറ്റിലിൽ എന്താ പൂച്ച കയറിയിരിക്കണമെന്ന് ചിലർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഓരോ ഭക്തരുടെ സംശയങ്ങളാണ് കേട്ടോ. ഇതേപോലുള്ള ഓരോരോ സംശയങ്ങളാണ് ഓരോരുത്തർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ കുറച്ച് സംശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഒരു കഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടാതെ ഭഗവാന്റെ അലങ്കാരം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇന്ന് നമ്മുടെ ശുക്രൻ്റെ പിറന്നാളാണ് കേട്ടോ. ശുക്രൻ എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകളാണ്, ലക്ഷ്മി എന്നാണ് പേര്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് ശുക്രൻ എന്ന് പറഞ്ഞാൽ അറിയണില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ശുക്രൻ്റെ പിറന്നാളാണെന്ന്. എല്ലാവരും ശുക്രന് വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ അതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ അലങ്കാരം പറയാം കേട്ടോ. ഇന്നലെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനുണ്ടല്ലോ, ചെറിയൊരു ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു താമരപ്പൂവിലെ കയറി നിന്നുകൊണ്ട് രണ്ട് കുഞ്ഞിക്കാലുകളും പിണച്ച് വെച്ചുകൊണ്ടാണ് വേണുഗാനം പൊഴിക്കുന്നുണ്ടായിരുന്നത്. ഒരു കുഞ്ഞു താമരക്കണ്ണനായിട്ട് അത് നല്ല രസത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു ഓടക്കുഴൽ ഊതുന്ന, അതായത് താമരയിൽ കയറി നിന്നുകൊണ്ട് വേണുനാഥം പൊഴിക്കുന്ന ഉണ്ണിക്കണ്ണനെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവാന്റെ പാദങ്ങളിൽ നന്നായി ഒന്ന് നമസ്കരിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഇതൊരു ഭക്തയുടെ സംശയമാണ്. നമ്മുടെ വീടുകളിലേക്ക് പൂച്ച കയറി വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണോ, ശുഭസൂചകമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം എടുക്കാനായിട്ടുള്ള കാരണം, അത് ചോദിച്ചിരിക്കുന്നത് മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉള്ളത് കൊണ്ടാണോ, മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അനുഗ്രഹമൊക്കെ ഉള്ളത് കൊണ്ടാണോ അങ്ങനെ പൂച്ച കയറി വരുന്നതെന്ന് എവിടുന്നോ കേട്ടുത്രേ. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ശരിക്കും പൂച്ച വരുന്നത് നല്ലതാണെന്നാണ് പറയാം. ഇപ്പം നമ്മുടെ വീടുകളിലെ ശുഭലക്ഷണമായിട്ട്, അതായത് ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് പറയാറുള്ളത് കേട്ടോ. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് കൂടിയാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഈ പൂച്ച പോലെയുള്ള എല്ലാ ജീവികളാണെങ്കിലും അവർക്കൊക്കെ ഈ എനർജീസിന്, അതായത് നെഗറ്റീവ് എനർജി ആണെങ്കിലും പോസിറ്റീവ് എനർജി ആണെങ്കിലും അതിനെയൊക്കെ സെൻസ് ചെയ്യാനുള്ള കഴിവ് മനുഷ്യന്മാരൊക്കെ കൂടുതലാണ്. ഇവർക്ക് നേരത്തെ തന്നെ എല്ലാവരും അറിയാമെന്ന് നമ്മളെല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഈ പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലത്ത് മാത്രമേ പൂച്ച ഉണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് പെരുമാറുന്ന സ്ഥലം നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. പൂച്ച നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് അത് പെരുമാറുള്ളൂ. ഇപ്പോൾ കിടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും വൃത്തിഹീനമായ സ്ഥലങ്ങളിലൊന്നും പൂച്ച അങ്ങനെ അധിക സമയം ചിലവഴിക്കും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. നല്ല സ്ഥലത്ത് മാത്രമേ പൂച്ച ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലത്ത് പൂച്ച തീർച്ചയായിട്ടും വരും. പൂച്ച കയറി വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ലതാണ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഇപ്പോൾ കാക്ക, പ്രാവ്, ചകോരം അതിനൊക്കെ നമ്മൾ പറഞ്ഞു ഭഗവാന്റെ സാന്നിധ്യം ഉള്ളിടത്ത് മാത്രമേ അതൊക്കെ വരൂ എന്നുള്ളത്. അപ്പോൾ പൂച്ച വരുന്നത് നല്ലതാണെന്നാണ് പറയാം. ഇപ്പോൾ പൂച്ച മാത്രമല്ല കേട്ടോ, പശുവൊക്കെ കെട്ടഴിഞ്ഞ് വരില്ലേ നമ്മുടെ വീടുകളിലേക്കൊക്കെ. ഇന്നത്തെ കാലത്ത് പശുള്ള വീടുകളൊക്കെ വളരെ കുറവാണ്. പണ്ട് കാലത്തൊക്കെയാണ് കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ പശുവൊക്കെ കെട്ടഴിഞ്ഞ് വരുന്നത് വളരെ നല്ലതാണ്. നല്ല കാലം വരാനായിട്ട് പോകുകയാണ്, അതിൻ്റെയൊക്കെ സൂചനയായിട്ട് പറയാറുണ്ട് കേട്ടോ. പിന്നെ ആനേനെ അങ്ങനെ പറയും. ആന വരല്ലേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം അത് അപകടം പിടിച്ച ജീവിയാണല്ലോ. പക്ഷെ ആന വരുന്നത് നല്ലതാണത്രേ. ഇപ്പോൾ 1% താഴെയാണ് കേട്ടോ ആന വരാനുള്ള സാധ്യതയൊക്കെ. വരരുത് എന്നാണ് നമ്മൾ പേടിച്ചിട്ട് പ്രാർത്ഥിക്കുക. എന്നാലും ആനയുടെ അതായത് സാന്നിധ്യം ശുഭമായിട്ടാണ് കണക്കാക്കാറുള്ളത്. അപ്പോൾ ഈ പശു, ആന, പൂച്ച ഇതിലൊക്കെ ഏറ്റവും പ്രധാനം പൂച്ചയ്ക്കാണ്. പൂച്ച വരുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയാറുള്ളത് കേട്ടോ. മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരിക. ഇപ്പോൾ പൂച്ച കയറി വരുന്നത് മാത്രമല്ല കേട്ടോ, പൂച്ച പ്രസവിക്കുക. ഇപ്പോൾ പണ്ടൊക്കെയാണ് ഇത് കൂടുതൽ നമുക്ക് കാണുക. പഴയ വീടുകൾ, മച്ചൊക്കെയുള്ള വീടുകൾ, ഓടിട്ട വീടുകളിലൊക്കെ ഇവർക്കൊക്കെ പെട്ടെന്ന് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ പൂച്ച വന്നിട്ട് പ്രസവിക്കുകയൊക്കെ ചെയ്യും. വീടിൻ്റെ അകത്തൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വിറക് പുര അല്ലെങ്കിൽ പത്തായപ്പുര അങ്ങനെയൊക്കെയുള്ള സ്റ്റോറൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ വന്നിട്ട് പൂച്ചയൊക്കെ പ്രസവിക്കും. അതൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയാറ് കേട്ടോ. ഇപ്പോൾ പൂച്ച പ്രസവിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളേനെ എല്ലാം കിടത്തുക എന്ന് പറയില്ലേ, അത് കടിച്ചിട്ട് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നതും വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചയുമായി ബന്ധപ്പെട്ട് പൂച്ച വീട്ടിലേക്ക് ഏത് തരത്തിൽ വരികയാണെങ്കിലും അത് വളരെ നല്ലതാണ് എന്നാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ ചകോരപക്ഷി വരുന്നതും നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല കാലം വരുന്നു എന്നുള്ള ഒരു സൂചന അതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് മഹാലക്ഷ്മി കടാക്ഷമാണ്, മഹാലക്ഷ്മിയുടെ സാന്നിധ്യമാണ് ഈ പൂച്ച വരുമ്പോൾ എന്നൊക്കെ പറയാം. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആട്ടി ഓടിക്കാതിരിക്കുക. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ. ചില കുട്ടികളൊക്കെ കല്ലെടുത്ത് എറിയൂലേ, കുറുമ്പന്മാരൊക്കെ കല്ലെടുത്ത് എറിയും പൂച്ച വന്നു കഴിഞ്ഞാൽ. അപ്പോൾ കുട്ടികളോടൊന്നും ചെയ്യരുത് എന്ന് പറയാം, ആട്ടി ഓടിക്കാതിരിക്കുക. അതാണ് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ചിലരൊക്കെ പൂച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും, അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പൂച്ചകൾക്ക് മാത്രമല്ല, ഏത് ജന്തുക്കളാണെങ്കിലും നമ്മുടെ വീടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഉപദ്രവിക്കാത്തതാണെങ്കിൽ, അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പൂച്ചയൊക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക, പാലൊക്കെ കൊടുക്കുന്നവരുണ്ട്, അവർ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നവരുണ്ട്, പൂച്ചപ്രേമികളൊക്കെ ഉണ്ട് ഇല്ലേ, മൃഗങ്ങളെയൊക്കെ വീടുകളിൽ വളർത്തുന്നവർ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ ആട്ടി ഓടിക്കാതിരിക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക. പൂച്ചയ്ക്ക് പ്രസവിക്കാനൊക്കെ ആയിട്ട് സൗകര്യം ഒരുക്കി കൊടുക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരേനെയും അറിയാം. അത് അവരവിടെ എന്താണെന്ന് ചെയ്തോട്ടെ, നമുക്ക് ഉപദ്രവമില്ലല്ലോ, അപ്പോൾ അവരുടെ സൗകര്യത്തിന് അതൊരു ജന്തുവല്ലേ എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. പൊതുവെ പൂച്ച കയറി വരുന്നത് ശുഭകരമായിട്ടാണ് പറയാറുള്ളത്. അടുത്തത് അഞ്ജു തിലകൻ എന്ന് പറഞ്ഞിട്ടൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടിപ്രദക്ഷിണം ചെയ്യാനായിട്ട് സാധിക്കുമോ, പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 മാസമായി ഇത്രേ. അപ്പോൾ അതായിരുന്നു ചോദ്യം. അതിൻ്റെ ഉത്തരവും എല്ലാവർക്കും അറിയാട്ടോ. തീർച്ചയായിട്ടും അടിപ്രദക്ഷിണം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയവർ 7 മാസം വരെയാണ് സാധാരണയായിട്ട് അമ്പലത്തിലേക്ക് പോകുക. 7 മാസം കഴിഞ്ഞ് 8 മാസം മുതൽ പോകരുതെന്നാണ് പറയുക. അപ്പോൾ പോകാൻ സാധിക്കുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും അടിപ്രദക്ഷിണം ചെയ്യാട്ടോ. അത് യാതൊരു വിധ വിരോധവും. എല്ലാവരും ചെയ്യുന്ന അതേപോലെ തന്നെ അടിപ്രദക്ഷിണം ചെയ്യാം. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്തും കണ്ടിട്ടുണ്ട് കേട്ടോ. ഗർഭിണിയായവർ അടിപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗർഭിണിയായവർ മാത്രമല്ല കേട്ടോ, കുട്ടികളെ എടുത്തിട്ട് അടിപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ നമ്മൾ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വഴിപാട് ചെയ്യാം. അപ്പോൾ കുട്ടികൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളവരെ, കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എടുത്തിട്ട് അടിപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അമ്മമാരാണ് പൊതുവേ കണ്ടിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമല്ലോ, അപ്പോൾ അത് മാറാനായിട്ട് ഭഗവാനെ ഞാൻ കുഞ്ഞിനെ എടുത്തിട്ട് അടിപ്രദക്ഷിണം ചെയ്യാം എന്ന് പ്രാർത്ഥിച്ചിട്ട്, വലിയ കുട്ടിയൊക്കെ ആയിരിക്കും. നാളൊരു അമ്മ, ഒരു ചെറിയൊരു അമ്മയാണ് കേട്ടോ, വലിയ മുതിർന്ന കുട്ടി, എൻ്റെ ശുക്രനേക്കാളും പ്രായമുണ്ട് കേട്ടോ, ഒരു 7 വയസ്സൊക്കെ പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കും. ആ കുഞ്ഞിനെ എടുത്തിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് നടക്കുന്നത്. ഒന്നാമത് നമ്മൾ ഒറ്റയടി പ്രദക്ഷിണം വെച്ച് നടക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞിനെ, വലിയൊരു കുഞ്ഞിനെയും കൂടി എടുക്കുകയാണെങ്കിൽ അത് അമ്മ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും വളരെ സാവധാനം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അടിപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ചില അമ്മമാർ അങ്ങനെ നേർന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് അനുസരിച്ചാണല്ലോ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അതിനനുസരിച്ച് ഭഗവാൻ അതിൻ്റെ ആ ഒരു ഫലസ്ഥിതി തരാം. അപ്പോൾ ആ പ്രാർത്ഥനകളൊക്കെ സഫലീകരിക്കുമ്പോൾ അങ്ങനെ അടിപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗർഭിണിയുടെ കാര്യത്തിലും അത് തന്നെയാണ് കേട്ടോ. 7 മാസം വരെ അമ്പലത്തിലേക്ക് പോകാം. അപ്പോൾ ആ ഒരു സമയത്ത് അടിപ്രദക്ഷിണം ചെയ്യാവുന്നതാണ്. ഇനി ഒരു കഥ പറയാട്ടോ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഒരേപോലെയാണ് ഭഗവാൻ നൽകുന്നത്. അത് വലിയവനെന്നോ ചെറിയവനെന്നോ ആണെന്നോ പെണ്ണെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ അങ്ങനെ ജാതി ഏതാണോ മതം ഏതാണോ അങ്ങനെയൊന്നും ഭഗവാൻ നോക്കില്ല. പക്ഷെ അതെല്ലാം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അതീവ ജാഗ്രത ഉണ്ടായിരിക്കണം, നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം ഭഗവാനിൽ. ഭഗവാൻ എല്ലാം സാധിക്കും, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭഗവാൻ കാണുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത വേണം. എങ്കിൽ മാത്രമേ ഭഗവാന്റെ ചെറിയ ചെറിയ കൃപകൾ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും കാണില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കഥയാണ് കേട്ടോ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഒരു രാജ്യത്ത് രാജഭരണമൊക്കെ നിലനിന്നിരുന്ന ഒരു സമയമാണ്. ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇത് പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അത്രയും നല്ല ഭക്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു കേട്ടോ. സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് തൻ്റെ പ്രജകളെയൊക്കെ കണ്ടിരുന്നത്. അപ്പം എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് എന്താണോ അവർക്ക് വേണ്ടത് അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് സന്തോഷകരമായിട്ട് വളരെ നന്നായി മികച്ച രീതിയിൽ ഭരണം നടത്തിയിരുന്ന ഒരു രാജാവായിരുന്നു. പ്രജകൾക്കൊക്കെ അദ്ദേഹത്തെ നല്ല ഇഷ്ടമാണ് കേട്ടോ, കാരണം എല്ലാം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആ രാജ്യത്ത് ഒരു കാലത്ത് ഒരു വരൾച്ച അനുഭവപ്പെട്ടു. അതായത് വെള്ളമില്ല, മഴയില്ല അവിടെ. അതുകൊണ്ട് തന്നെ കടുത്ത വരൾച്ചയാണ് അവിടെ ആ ജനങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള പൂജകളും ഹോമങ്ങളും ഒക്കെ നടത്തി. എന്നിട്ടൊന്നും മഴയൊന്നും ലഭിച്ചില്ല കേട്ടോ. അപ്പോൾ പ്രജകളൊക്കെ ഇദ്ദേഹത്തിന് ഇങ്ങനെ കുറ്റം പറയാനായിട്ട് തുടങ്ങി. അതായത് രാജാവിൻ്റെ ഭരണം മോശം, അത്ര നാളും എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന രാജാവാണ് കേട്ടോ, എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ രാജാവിനെ ഇവരെല്ലാം കുറ്റം പറയാനായിട്ട് തുടങ്ങി. രാജാവിൻ്റെ ഭരണം മോശമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, പൂജയും ഹോമവും നടത്തിയത് കാര്യമില്ല, ഈ വരൾച്ചയെ നേരിടാനുള്ള വഴി നോക്കണം എന്നൊക്കെ ഇവരിങ്ങനെ ഓരോരുത്തരായിട്ട് പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ രാജാവിന് നല്ല സങ്കടമായിട്ടോ. തന്നെ പഴിക്കുന്നതല്ല അദ്ദേഹത്തിന് വിഷമമായത്, തൻ്റെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് കരഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത്.
ഭഗവാനെ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും പിഴവ് എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ? കാരണം എൻ്റെ ജനത മുഴുവനായിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്തെങ്കിലും പിഴവ് എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് ഭഗവാൻ എനിക്കൊന്ന് കാണിച്ചു തരൂ, എന്നിട്ട് എനിക്ക് അതിൻ്റെ പരിഹാരം കൂടെ ഒന്ന് പറഞ്ഞു തരാനായിട്ട് കനിവുണ്ടാകണം എന്ന് കരഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം അപേക്ഷിക്കുന്നത് കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അന്ന് ഇദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലെ ഭഗവാന്റെ ദർശനം ഉണ്ടാകണം. അല്ലയോ രാജൻ, താങ്കൾ ഒരു പിഴവും വരുത്തിയിട്ടില്ല, ഇതുവരെ വളരെ നല്ല രീതിയിലാണ് ഭരണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നത്. ഒരു കാര്യം ചെയ്യൂ, ഭഗവാന്റെ, അതായത് എനിക്ക് ഒരു പരമഭക്തനുണ്ട് ഈ രാജ്യത്ത് തന്നെ, അദ്ദേഹം വന്ന് ഭജന പാടിയിട്ട് ആനന്ദ നൃത്തം ചവിട്ടുകയാണെങ്കിൽ മാത്രമേ ഇവിടെ മഴ ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമേ മഴ ലഭിക്കുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പെട്ടെന്ന് ഇങ്ങനെ അപ്രത്യക്ഷനാവാൻ പോകുമ്പോഴേക്കും രാജാവ് ചോദിച്ചു കേട്ടോ, അത് ആരാണെന്ന് ചോദിച്ചു. അതായത് അദ്ദേഹത്തിന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയിൽ ചോദിച്ചു, അത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ രാജ്യത്ത് തന്നെ അതിർത്തിയിൽ ഒരു കൽമണ്ഡപമുണ്ട്, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അദ്ദേഹമാണെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വേഗം പറഞ്ഞു. അങ്ങനെ രാജാവ് വേഗം ഞെട്ടിടിച്ചു നോക്കിട്ടോ. കാരണം അദ്ദേഹത്തിന് ഏറെ ആ ഒരു ചിന്ത വന്നത്, ഈ തൻ്റെ രാജ്യത്ത് ഭഗവാന് പ്രിയപ്പെട്ട ഒരാളുണ്ടെന്നല്ലേ ഭഗവാൻ പറഞ്ഞത്, അപ്പം അത് ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കേട്ടോ. പിറ്റേ ദിവസം എല്ലാവരും കൂടിയിട്ട്, രാജാവും പരിവാരങ്ങളും പ്രജകളും എല്ലാവരും കൂടിയിട്ട് ഇദ്ദേഹത്തിനെ അന്വേഷിച്ച് ആ കൽമണ്ഡപത്തിൻ്റെ അവിടേക്ക് എത്തി. അവിടെ കണ്ട ആ ഒരാളെ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിട്ടോ. എല്ലാവരുടെയും മുഖം മങ്ങി. കാരണം ആ കൂടി നിന്ന്, അതായത് പ്രജകൾക്കൊക്കെ വന്നപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ആർക്കും തീരെ ഇഷ്ടമായില്ല കേട്ടോ. കാരണം ഇദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയായിരുന്നു, ആണും പെണ്ണുമല്ലാത്ത ഒരു ജന്മം എന്നാണ് ഇവരൊക്കെ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുദ്ര കുത്തിയിട്ടുള്ള ഒരാളായിരുന്നു, ഭ്രാന്തൻ എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ ഈ രാവും പകലും ഒന്നുമില്ലാതെ ഏത് സമയത്തും പാട്ടൊക്കെ പാടിയിട്ട് അവിടെ ഇങ്ങനെ നൃത്തം ചെയ്യണമൊക്കെ ഉണ്ടായിരിക്കും. ജലധി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ അത്. ആർക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് യാതൊരുവിധ താല്പര്യമില്ല, ഭ്രാന്തൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ ഭ്രാന്തൻ്റെ അടുത്തേക്കാണോ രാജാവ് തങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഭക്തി മൂത്തിട്ട് രാജാവിനും ഭ്രാന്തായോ? ഓരോന്നൊക്കെ രാജാവ് ചെയ്തു വെക്കും ഒന്നും അറിയാതെ ഈ ഭ്രാന്തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുക എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പിറുപിറു തുടങ്ങിട്ടോ. പക്ഷെ രാജാവിന് അങ്ങനെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇദ്ദേഹം പരമഭക്തനാണ് എന്ന് രാജാവിന് അടികുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഈ ഭഗവാന്റെ സ്വപ്ന ദർശനത്തിലെ കാര്യം ഈ ജലധിയുടെ അടുത്ത് രാജാവ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലധി ഒന്ന് പൊട്ടിച്ചിരിച്ചു കേട്ടോ. ഞാൻ അങ്ങനെ വലിയ ഭക്തനൊന്നുമല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ അങ്ങനെ എന്നെപ്പറ്റി പറഞ്ഞത്. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ വന്നോളാം, കാരണം ഭഗവാന്റെ ഇച്ഛ എന്താണോ അതിനനുസരിച്ച് നടക്കട്ടെ. ഭഗവാന്റെ ഭജന പാടണമെന്നും നൃത്തം ചെയ്യണം എന്നല്ലേ ഭഗവാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരാം എന്ന് രാജാവിൻ്റെ അടുത്ത് ജലധി പറഞ്ഞു. സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരെ യാത്രയാക്കിയത്. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും ആ രാജ്യത്തെ പ്രധാന മൈതാനത്തിൽ എത്തിച്ചേർന്നു. രാജാവാണെങ്കിലും പെരുമ്പറ കൊട്ടിയിട്ട് പറഞ്ഞു കേട്ടോ, ഈ അഖണ്ഡ നാമജപം ചെയ്യാനായിട്ട് പോകുകയാണ്, അപ്പം എല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അതിലൊന്നും ആർക്കും താല്പര്യമില്ല. കഷ്ടം, ഈ രാജാവ് എന്തൊക്കെ ഭ്രാന്തായി പറയണത്, ഈ ഭ്രാന്തനെ വിശ്വസിച്ചാണോ വരുന്നത്, സ്വപ്നത്തിൽ ഓരോന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ലേ, പിന്നെ രാജാവല്ലേ, കൽപ്പന അനുസരിക്കാതിരിക്കാനായിട്ട് പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നാമജപത്തിന് എത്തിച്ചേർന്നു കേട്ടോ. അപ്പം ജലധി ആണെങ്കിൽ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് വരുന്നത്, മുഖത്തൊക്കെ നല്ല തെളിച്ചുണ്ട്, കയ്യിലാണെങ്കിൽ ഒരു കുടയും കൂടെ കരുതിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹം. ഇത് കണ്ടപ്പോൾ ജനങ്ങൾക്കൊക്കെ ആകെ പുച്ഛായി, എല്ലാവരും പരിഹസിച്ച് ചിരിക്കാനായിട്ട് തുടങ്ങി. മഴയൊന്നും ഇവിടെ പെയ്യാനായിട്ട് പോണില്ല, കുടയിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പരിഹസിച്ചു തുടങ്ങി കേട്ടോ. പക്ഷെ രാജാവിന് യാതൊരുവിധ സംശയം ഉണ്ടായിരുന്നില്ല ആ ജലധിയുടെ ഭക്തിയിൽ. പിന്നെ ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ കയ്യിലും ഒരു കുടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രണ്ടുപേരുടെ കയ്യിലാണ് കുടയുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ ജനങ്ങൾ പിന്നെയും മാർത്ത് ഇങ്ങനെ പരിഹസിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, രാജാവല്ലേ. അങ്ങനെ എല്ലാവരും നാമജപത്തിൽ ഇങ്ങനെ പങ്കുചേർന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നാമജപമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ഭജനയൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ക്രമേണ എല്ലാവരും ആ ഭജനയിൽ ഇങ്ങനെ മുഴുകി വരികയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജലധി തൻ്റെ കയ്യിലുള്ള കുട ഇങ്ങനെ നിവർത്തിയിട്ട് നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങി. ഭജനയൊക്കെ ഏകദേശം അവസാനിച്ച് നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോഴാണെങ്കിലും മഴയുടെ ഒരു ലാഞ്ചന പോലും ഇല്ല, നല്ല തെളിഞ്ഞ ആകാശമാണ്. അപ്പോൾ ഇവർക്ക് പിന്നെയും പരിഹാസമായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാജാവ് കുടയൊക്കെ നിവർത്തിയിട്ട് ഈ ജലധിയുടെ ഒപ്പം ഇങ്ങനെ ആനന്ദ നൃത്തം ചെയ്യാം. അതൊക്കെ കണ്ടപ്പോഴേക്കും ഇവർക്ക് ചിരിയും വരുന്നുണ്ട്, ആകെ പുച്ഛമായിട്ട്. ഇവിടെയൊന്നും മഴ പെയ്യാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങളൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോകാനായിട്ട് തുടങ്ങി. കുറച്ചുകൂടെ നടന്നപ്പോൾ ഒരു ശബ്ദം കേട്ടിട്ട് ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കാണുന്നറിയോ, മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യാം. എവിടെയാണ്? ഈ ജലധിയും രാജാവും നൃത്തം ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം. ഒരു പരിധി കഴിഞ്ഞിട്ട് പിന്നെ ഒരു തുള്ളി പോലും പെയ്യണില്ല. ഇവർ രണ്ടുപേരും നൃത്തം ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് മാത്രമേ മഴ പെയ്യുള്ളൂ. അങ്ങനെ ഈ കുടയൊക്കെ കളഞ്ഞിട്ട് രണ്ടുപേരും മഴയിൽ ഇങ്ങനെ മുങ്ങി കുളിച്ചുകൊണ്ട് നൃത്തം ചെയ്യാണ്, രാജാവും ജലധിയും. ഇത് കണ്ടു പ്രജകൾ, പിരിഞ്ഞു പോയവരൊക്കെ കണ്ടു. അപ്പോഴാണ്
അവർക്ക് മനസ്സിലായത് അവരുള്ളത് അവസ്ഥ സ്ഥലത്ത് മാത്രമേ മഴ പെയ്യുന്നുള്ളൂ, തങ്ങളുടെ അടുത്തേക്ക് ഒരു തുള്ളി പോലും മഴവെള്ളം എത്തിയിട്ടില്ല. തങ്ങളുടെ തെറ്റ് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടോ. എല്ലാവരും കൂടെ ഓടിച്ചെന്നു മഹാരാജാവിൻ്റെയും ജലധിയുടെയും അവരെ കാലുകളിൽ വീണിട്ട് കരഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായത്, ഭഗവാന്റെ കാരുണ്യവർഷം അനുഭവിക്കാനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്കും കൂടി തരണേ എന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞ് അപേക്ഷിച്ചു. ആ സമയത്ത് ആകാശത്ത് നിന്ന് ഒരു അശരീരി ഉണ്ടായി. അതായത് നിങ്ങൾ കാണുന്ന ഈ ജലധിയ ഉണ്ടല്ലോ, ജലധിയെ നിങ്ങൾ നിന്ദിച്ചത് കൊണ്ടും പരിഹസിച്ചത് കൊണ്ടാണ് ഈ ഒരു ദുരിതം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടത് വന്നത്. നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് ഞാൻ ജലധിയെയും സൃഷ്ടിച്ചത്. അതായത് ഓരോ സൃഷ്ടിയും ഉണ്ടാകുന്നത് കാലദേശങ്ങൾക്കനുസരിച്ച് കർമ്മഫലങ്ങൾക്കനുസരിച്ചാണ്. അപ്പം അതിൽ നന്മയും തിന്മയും ഒന്ന് വേർതിരിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലല്ലോ. നിങ്ങളെ സ്വന്തം മക്കളെ പോലെ കുടുംബത്തെ പോലെ കണ്ട് സംരക്ഷിച്ചിരുന്ന രാജാവിനെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നിങ്ങൾ തള്ളി പറഞ്ഞു. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ ദുരിതങ്ങൾക്കും കാരണം രാജാവോ ഈശ്വരനോ അല്ല, അത് നിങ്ങളുടെ തന്നെ കർമ്മഫലമാണ്. അതാണ് നിങ്ങൾ അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഇവർക്കെല്ലാം സങ്കടമായിട്ടോ. അപ്പോൾ ജലധി പറഞ്ഞു, സാരമില്ല, വിഷമിക്കേണ്ട, ഭഗവാൻ കരുണാമയനാണ്, നമുക്ക് എല്ലാവർക്കും വന്ന് ഒരുമിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വളരെ ഭക്തിയോടുകൂടി ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിച്ച് നാമം ചൊല്ലാനായിട്ട് തുടങ്ങി. അതോടുകൂടി അവിടെ നിറയെ ആ രാജ്യത്തുടനീളം മഴയും ഇങ്ങനെ തിമിർത്ത് പെയ്യാനും തുടങ്ങി. ഈ കഥയിൽ പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടത് വിശ്വാസത്തോട് കൂടിയിട്ടുള്ള ഭക്തിയാണ്. ആ വിശ്വാസം വരുമ്പോഴാണ് നന്മകളെല്ലാം തട്ടി മാറ്റപ്പെടുന്നത്. നമുക്ക് എന്തൊക്കെ ഭഗവാൻ നന്മകൾ ഇങ്ങനെ തരുന്നുണ്ടായിരിക്കും, ഭഗവാന്റെ കാരുണ്യം നമുക്ക് നേരെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വിപരീതമായിട്ട് ചിന്തിക്കും, ആ വിശ്വാസത്തോട് കൂടിയിട്ട് പെരുമാറും. അപ്പോൾ അതൊക്കെ തട്ടി മാറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പഴിചാരും. അതാണ് ചെയ്യണത്. അപ്പോൾ ആരെയും നമ്മൾ പുച്ഛിക്കാനായിട്ടോ പരിഹസിക്കാനായിട്ടോ ഒന്നും പാടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയം പരിശുദ്ധമായിരിക്കണം, അതിൽ നിറഞ്ഞ ഭക്തിയാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ നമുക്ക് ഭഗവാന്റെ കാരുണ്യത്തെ കൃപയൊക്കെ കാണാനായിട്ട് അറിയാനായിട്ട് സാധിക്കും. എങ്കിൽ മാത്രമേ അത് അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കഥയിൽ തന്നെ നോക്കൂ, രാജാവിന് ഭക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം വിശ്വസിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഫലമുണ്ടായി. ഭഗവാന്റെ കാരുണ്യം അറിയാനായിട്ട് സാധിച്ചു അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എപ്പോഴാണോ ആ ഒരു തിരിച്ചറിവ് ഉണ്ടായത്, ഭഗവാനുണ്ട്, ഭഗവാനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാം സാധിക്കും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടായത്, അപ്പോൾ അവർ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അതിൻ്റെ ഫലങ്ങൾ അവർക്കും അനുഭവിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതാണ് ഈ കഥയിലൂടെ നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു സന്ദേശം കേട്ടോ. അപ്പോൾ അത് കഥ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചോളൂ കേട്ടോ. ഇതുപോലെ കുറച്ച് സംശയങ്ങളൊക്കെ ആയിട്ട് ഇനിയുള്ള വീഡിയോസിലൂടെ വരാവുന്നതാണ്. പിന്നെ ഒരു അറിയിപ്പും കൂടെ പറയാനായിട്ടുണ്ട് കേട്ടോ. ഈ 2026 അതായത് അടുത്ത വർഷത്തെ ഏറ്റവും ആദ്യത്തെ ഉത്സവമാണ് തിരുവാതിര മഹോത്സവം. ധനുമാസത്തിൽ തിരുവാതിരയാണ്, ജനുവരി 3-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. ശിവക്ഷേത്രങ്ങളിലൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് കേട്ടോ ചടങ്ങുകളും ആഘോഷങ്ങളൊക്കെ ഉള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ചൊവ്വല്ലൂർ ശിവക്ഷേത്രമുണ്ട്, അവിടെയും തിരുവാതിര ആഘോഷങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. നാളെ മുതലാണ് കേട്ടോ, 12 ദിവസത്തെ ആഘോഷങ്ങളാണുള്ളത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് പാർവതി ദേവിക്ക് പട്ടും താലിയും ചേർത്തുക, അതേപോലെ ഉമാമഹേശ്വരന്മാർക്ക് മംഗല്യ പൂജ. ഇത് രണ്ടും വിവാഹമൊക്കെ നടക്കാത്തവരുണ്ടായിരിക്കുമല്ലോ, വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാത്തവർ, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നടന്നു കഴിയുമ്പോൾ ചെയ്യുന്നവരുണ്ട്, നടക്കാനായിട്ട് ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സന്തോഷകരമായ ദാമ്പത്യത്തിന് വേണ്ടിയിട്ട് മംഗല്യ പൂജ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനമാണ്. ഇത് ഈ ശിവരാത്രി അതായത് ധനുമാസത്തിൽ തിരുവാതിരയോട് അനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളാണ് കേട്ടോ. ഇത് ഭക്തജനങ്ങൾക്കും സമർപ്പിക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. ഈ 12 ദിവസങ്ങളിലായിട്ട് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ഒരു വഴിപാടുകൾ ചെയ്യാം. പിന്നെ ആദ്യം തന്നെ നാളത്തെ ദിവസമാണ് അതിൻ്റെ ആരംഭം കേട്ടോ. പാർവതി ദേവിക്കുള്ള പട്ടും താലിയും അതുപോലെ തന്നെ തിരുവാഭരണങ്ങളൊക്കെ ചൊവ്വല്ലൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുക. രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ, പിന്നെ വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയാണ് ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വരാവുന്നതാണ് കേട്ടോ. ഈ ദിവസങ്ങളിലായിട്ട് 3 നേരം അന്നദാനമുണ്ട്, പിന്നെ നാരായണീയ പാരായണമുണ്ട്, തിരുവാതിരക്കളിയുണ്ട്, ബ്രാഹ്മണിപ്പാട്ടുണ്ട്, അതുപോലെ നിറമാല, ചുറ്റുവിളക്ക്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, അതായത് ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം നേടണം, അതുപോലെ വിവാഹത്തിൽ ബുദ്ധിമുട്ടുന്നവർ, ദാമ്പത്യത്തിൽ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ ഒരു വഴിപാട് വന്നിട്ട് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു അറിയിപ്പ് കൂടെ പറയാനായിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസത്തെ നാമജപം കൂടെ പറയാട്ടോ. 3,14,225 നാമങ്ങളാണ് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നാമജപം എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളും അലങ്കാരവും ഒക്കെ ആയിട്ട് കാണാട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.